ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി ഒരിക്കൽ കൂടി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, യാതൊരു യോഗ്യതയും ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ. ഒരു പ്രസംഗ പാഠവമോ വേദ പാണ്ഡിത്യമോ ഒന്നും ഉള്ള ഒരു മനുഷ്യനല്ല. ഞാൻ ചിന്തിക്കുമ്പോൾ എല്ലാം ഒരുവൻ്റെ അധ്വാന ഫലമാണ്. ഞാനിവിടെ നിൽക്കുമ്പോഴും കാണുന്നത് എനിക്ക് വേണ്ടി തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി കാൽവരി ക്രൂശിൽ പിടഞ്ഞ് മരിക്കുന്ന, എനിക്ക് വേണ്ടി ദാഹിക്കുന്ന, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദാഹിക്കുന്ന പ്രാണപ്രിയനായ യേശുവിൻ്റെ സ്നേഹമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്നത്. അവനാണ് എന്നെ വിളിച്ചത്, അവനാണ് എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത്, അവനാണ് എൻ്റെ നാവിനെ തുറന്നു തന്നത്, അവനാണ് എൻ്റെ ബുദ്ധിയെ തുറന്നു തന്നത്, അവനാണ് ഈ ലോകത്തിലെ എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും നിദാനമായിട്ടുള്ളത്. ഞാൻ ഒന്നിലും അഭിമാനിക്കുന്നില്ല. എല്ലാം എൻ്റെ യേശുവിൻ്റെ ദാനം. അവൻ തരാത്തതായി എനിക്കൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നല്ലവണ്ണം എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയം, നാം പ്രാപിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയമാണ്. എ ബ്രോക്കൺ ആൻഡ് എ കൺട്രൈറ്റ് ഹാർട്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ലഭിക്കണമെങ്കിൽ നാം ഹൃദയ ശുദ്ധി ഉള്ളവരായി തീരണം. ഒരു ശുദ്ധമായ ഹൃദയം, നിർവ്യാജമായൊരു വിശ്വാസം, ഒരു നല്ല മനസാക്ഷിയുള്ളവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. അതാണ് ഞാൻ ചിന്തിച്ചു വന്ന വേദഭാഗം. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ് നമ്മുടെ അടിസ്ഥാന വാക്യമായി നാം കണ്ടത്. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം. സ്നേഹം അനുഭവിക്കണമെങ്കിൽ ശുദ്ധഹൃദയം വേണം. ഒരു നിർമ്മലമായൊരു ഹൃദയം വേണം. ഒരു ശുദ്ധമായ നിർമ്മലമായൊരു മനസാക്ഷി, നല്ല മനസാക്ഷി വേണം. ദൈവസ്നേഹം അനുഭവിക്കണമെങ്കിൽ നിർവ്യാജമായൊരു വിശ്വാസം. എന്താണ് വിശ്വാസം? എൻ്റെ കർത്താവായ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. എൻ്റെ സകല പാപങ്ങളെയും അവൻ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു. യേശുവേ, നമുക്കെപ്പോഴും യേശുവിനോട് പറയാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കർത്താവായ യേശുവേ, എൻ്റെ പ്രാണപ്രിയനായ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ എൻ്റെ സകല പാപങ്ങൾക്കും നീ പരിഹാരം വരുത്തി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. നാഥ, അവിടുന്ന് മനസ്സലിഞ്ഞ് എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് എഴുന്നള്ളി വരണമേ. യേശുവേ, എൻ്റെ ഹൃദയം ഞാനിതാ നിനക്ക് വേണ്ടി തുറന്നു തരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് വാക്ക് പറയുമോ? നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കർത്താവിനോട് ഈ വാക്ക് പറഞ്ഞുകൊണ്ട് ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് നോക്കുമ്പോൾ 51-ാം സങ്കീർത്തനം, അതിനെക്കുറിച്ച് നാം ചില കാര്യങ്ങൾ ധ്യാനിച്ചു. ദാവീദ് രാജാവും ദീർഘദർശിയുമായ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നതായ അനുതാപമുള്ള ഒരു ഹൃദയം, ഒരു തകർന്ന ഹൃദയം ദാവീദിന് ലഭിക്കാനിടയായ സാഹചര്യങ്ങൾ എന്താണെന്ന് നാം പരിശോധിച്ച് വരികയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. 51-ാം സങ്കീർത്തനത്തിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 51-ന്റെ 9-10 വാക്യങ്ങൾ. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖത്തെ നീ മറയ്ക്കണമേ. എൻ്റെ പാപങ്ങളെ നീ കണ്ടാൽ കർത്താവേ, ഞാൻ ഈ ലോകത്തിൽ നിലനിൽക്കുകയില്ല.
എനിക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുകയില്ല. അല്ല, ലോകത്തിൻ്റെ മുമ്പിൽ പോലും ദൈവമേ എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും ദൈവമേ നീ മായിച്ചു കളയണമേ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായിരിക്കണ്ടേ? നാം എന്തെങ്കിലും വ്യത്യസ്തരായിട്ടാണോ നിൽക്കുന്നത്? ദാവീദിനേക്കാൾ എന്തെങ്കിലും കേമം ഉള്ളവരായിട്ടാണോ നാം നിൽക്കുന്നത്? അല്ല പ്രിയരെ, അല്ല. ദൈവമേ, എൻ്റെ അകൃത്യങ്ങളെ നീ ഓർമ്മ വെച്ചാൽ ഭൂമിയിൽ ആര് നിലനിൽക്കുമെന്ന് സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, എൻ്റെ അകൃത്യങ്ങളെല്ലാം നിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമേ, നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായിച്ചു കളയണം. കർത്താവേ, എല്ലാം നിൻ്റെ സ്മരണയുടെ പുസ്തകത്തിലുണ്ട്. ഞാൻ ചെയ്തതും ഞാൻ പ്രവർത്തിച്ചതും കർത്താവേ, ഞാൻ ചിന്തിച്ചതും ഞാൻ പറഞ്ഞതുമായ സകല കാര്യങ്ങളും സകല പാപങ്ങളും കർത്താവേ നീ എഴുതി വച്ചിരിക്കുകയാണ്. ദൈവമേ, സ്വർഗത്തിലെ സ്മരണയുടെ പുസ്തകത്തിലെല്ലാം എഴുതി വച്ചിട്ടുണ്ടല്ലോ. കർത്താവേ, നീ മനസ്സറിഞ്ഞ് ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. ദൈവമേ, തെറ്റായിപ്പോയി കർത്താവേ, എനിക്ക് പാപം വന്നു പോയി കർത്താവേ, ഞാൻ മഹാഭാവിയാകുന്നു എന്ന് ഞാൻ ഏറ്റു പറയുന്നു. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ. ഒരു തുള്ളി കണ്ണുനീര് ആ പാദത്തിൽ വീഴ്ചകൊണ്ട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ കണ്ണുനീര് നിൻ്റെ തൃപ്പാദത്തിലേക്ക് വീഴുമ്പോൾ കർത്താവേ, നിൻ്റെ ചങ്ക് പൊട്ടി ഒഴുകിയതായ തിരുരക്തം ഒരു തുള്ളി ഇപ്പോൾ ഒഴുകി വന്ന് ദൈവമേ എൻ്റെ ശിരസിലൊന്ന് വീഴണമേ. ആ തിരുരക്തം എൻ്റെ സിരകളിൽ കൂടി ഒന്ന് ഒഴുകണമേ. ആ തിരുരക്തം കർത്താവേ, ഇപ്പോൾ മാത്രമല്ല എൻ്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്ന സ്മരണയുടെ പുസ്തകത്തിലുള്ള എൻ്റെ പാപത്തിന്മേൽ, എൻ്റെ അകൃത്യന്മേൽ, എൻ്റെ അകൃത്യങ്ങളിന്മേൽ ദൈവമേ ആ തിരുരക്തം ഒരു തുള്ളി വീണ് എല്ലാം അങ്ങ് മായിച്ചു കളയണമേ. ആ തിരുരക്തത്തിന് മാത്രമേ എൻ്റെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്തിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുള്ളവൻ എൻ്റെ കർത്താവായ യേശു മാത്രം, യേശു മാത്രം. യേശുവേ, ആ തിരുരക്തം മാത്രമാണ് എനിക്ക് പരിഹാരം. അതിനാണല്ലോ നീ ക്രൂസിൽ മരിച്ചത്, അതിനാണല്ലോ നീ തിരുരക്തം ഊറ്റിയത്. കർത്താവേ, ആ തിരുരക്തത്താൽ ഇപ്പോൾ എൻ്റെ പേരിൽ കണക്കിൽ എഴുതി വച്ചിരിക്കുന്ന, എനിക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന സകല കടങ്ങളും പാപങ്ങളും ദൈവമേ ആ തുള്ളി രക്തം കൊണ്ട് ഒന്ന് മായിച്ചു കളയണമേ. അധ്യാപകൻ ബോർഡിൽ എഴുതിയിട്ട്, ആ ചോക്ക് കൊണ്ട് എഴുതിയിട്ട് അത് ഡസ്റ്റർ കൊണ്ടങ്ങ് മായിച്ചു കളഞ്ഞാൽ പിന്നെ അതൊന്നും അവിടെ കാണുകയില്ല. അതുപോലെ കർത്താവേ, നിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന എൻ്റെ സകലാകൃത്യങ്ങളെയും പാപങ്ങളെയും ദൈവമേ ആ തിരുരക്തം കൊണ്ട്, ഒരു തുള്ളി രക്തം കൊണ്ട് ഒന്ന് മായിച്ചു കളയണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായിച്ചു കളയണമേ. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദിന് നല്ല ബോധ്യമുണ്ട്, നല്ല തിരിച്ചറിവുണ്ട്. എന്താണെന്നറിയാമോ? ദാവീദിന് ബോധ്യം വന്നു, ഇതാ എൻ്റെ പാപമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, എൻ്റെ പാപങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് അതിനു മുമ്പ് ദാവീദ് പറയുന്നുണ്ട്. കർത്താവേ, ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ പാപങ്ങളെല്ലാം നിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയാണല്ലോ. കർത്താവേ, ആ പാപങ്ങളെല്ലാം നിൻ്റെ രക്തം കൊണ്ട് മായിച്ചു കളയണമേ. ദൈവത്തിന് സ്തോത്രം. ഇതാ ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ഹൃദയം വിശുദ്ധമല്ല. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഹൃദയം ശുദ്ധമല്ല എന്ന് ദാവീദിന് നല്ല ബോധ്യം വന്നു. ദൈവത്തിൻ്റെ പ്രവാചകനായ നാഥാം പ്രവാചകനെ ദൈവം ദാവീദിൻ്റെ അടുക്കിലേക്ക് അയച്ചു. പാപത്തിൽ മുഴുകി പാപം വന്ന് ജീവിതത്തിൽ പാപബോധം തെല്ലുമില്ലാതെ നല്ല മാന്യനായ മറ്റുള്ളവരുടെ മുമ്പിൽ രാജകീയ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് രാജാസനത്തിന്മേൽ സിംഹാസനത്തിലിരിക്കുന്ന ദാവീദിന്, പ്രിയപ്പെട്ടവരെ, ഒരു കൊല്ലത്തോളം ആ പാപബോധം ഇല്ലാതിരുന്നു. എന്നാൽ ഇപ്പോൾ ദാവീദിന് മനസ്സിലായി, എൻ്റെ ദൈവമേ, എൻ്റെ പാപമെല്ലാം നിൻ്റെ മുമ്പാകെ വെളിപ്പെട്ടിരിക്കുകയാണല്ലോ. ദൈവമേ, അതിൻ്റെ എല്ലാ ഉറവിടമെന്ന് പറയുന്നത് കർത്താവേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നതായ ആ ശുദ്ധമല്ലാത്ത ഹൃദയമാണല്ലോ. ദൈവമേ, സെക്ഷുവൽ സിൻ എൻ്റെ ജീവിതത്തിൽ വന്നല്ലോ കർത്താവേ. എൻ്റെ ജീവിതത്തിൽ വന്നതായ ആ ലൈംഗികമായ കൊടും പാതകം, വ്യഭിചാരം, ദൈവമേ, അതെൻ്റെ ഹൃദയം ശുദ്ധമല്ലായതുകൊണ്ട് വന്നതാണല്ലോ. ദൈവമേ, എൻ്റെ ഹൃദയം ഒന്ന് ശുദ്ധമാക്കി തരണമേ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രിയപ്പെട്ടവരെ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. മരണം ഉളവാകുന്നത്, ആത്മാവ് മരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? മോഹം ഗർഭം ധരിക്കുകയാണ്, മോഹത്തെ അങ്കുരിക്കുകയാണ്, മോഹം ഹൃദയത്തിൽ അങ്കുരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഇതിൻ്റെ അനുഭവ സാക്ഷികളല്ലേ പ്രിയപ്പെട്ടവരെ? മോഹം എന്ന് പറയുന്നതാണ് പാപത്തിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ വേര് എന്ന് പറയുന്നത്. ആ ഒരു മോഹം അങ്കുരിക്കുമ്പോൾ തന്നെ ഒരു ദൈവപൈതലാണെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ദൈവപൈതലിന്, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന ദൈവപൈതലിന് യേശുവിനോട്
സ്നേഹമുള്ള ദൈവവചലിന് ഒരു അരുതാത്ത മോഹം ഉദിക്കുമ്പോൾ, അന്യജഡത്തിലേക്കുള്ള ഒരു മോഹം ഉദിക്കുമ്പോൾ, അല്ല പണത്തോടുള്ള ഒരു മോഹം, പണത്തോടുള്ള ഒരു ആസക്തി ഉദിക്കുമ്പോൾ, ഒരു ദ്രവ്യാഗ്രഹം വരുമ്പോൾ, അല്ല മറ്റുള്ളവരോട് ഒരു വൈരാഗ്യം വരുമ്പോൾ, ഒരു ഇഷ്ടക്കുറവോ മുഷിച്ചിലോ ഒരു നീരസമോ വരുമ്പോൾ പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ബോധ്യം തരും. അവിടെ ഒരു വാണിംഗ് അലാം മുഴങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഒരു പാവബോധമുള്ള ഹൃദയം തരയണമേ, ഒരു ശുദ്ധ ഹൃദയം എനിക്ക് തരയണമേ, നിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരയണമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായുള്ള എൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. ആ ആത്മാവിൻ്റെ ഉള്ളിൽ വാസം ചെയ്താൽ ദൈവമേ എൻ്റെ ഹൃദയം വിശുദ്ധമാകുമല്ലോ. കർത്താവേ, എനിക്ക് ചോദിക്കാൻ അർഹതയില്ല, ഞാൻ മഹാഭാവി തന്നെയാണ് എൻ്റെ കർത്താവേ. എന്നാൽ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയം ഒന്ന് വിശുദ്ധമാക്കി തന്നാൽ ദൈവമേ, ആ ഹൃദയം ഒന്ന് വിശുദ്ധമായാൽ, ഈ പാപബോധം കൊണ്ട് ഒരു തകർന്ന ഹൃദയം എനിക്ക് കിട്ടിയാൽ ദൈവമേ, ഞാൻ നിൻ്റെ മുമ്പിൽ കർത്താവേ കരയുവാൻ തീരുമാനിച്ച് എൻ്റെ കണ്ണുനീരാത്രപ്പാദത്തിൽ വീഴുമ്പോൾ കർത്താവേ ഒരു ശുദ്ധ ഹൃദയം എനിക്ക് തരുവാൻ മനസ്സലിയണമേ. ശുദ്ധമായൊരു ഹൃദയം, നിർമ്മലമായ ഒരു ഹൃദയം ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായുള്ള എൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സെക്ഷ്വൽ സിൻ എന്ന് പറയുന്നത് പല വലിയ ഘോര പാതകങ്ങളുടെയും ആരംഭമാണെന്ന് നിങ്ങൾ ഓർത്തു കൊള്ളണം. ഒരു മോഹം ഉദിച്ചതേയുള്ളൂ, അന്യജഡത്തിലേക്കൊരു മോഹം, ഒരു ചിന്ത പോയതേയുള്ളൂ, മോഹചിന്ത വന്നതേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് എത്രയും പെട്ടെന്ന് തന്നെ ആ ചിന്ത പ്രവൃത്തിപഥത്തിലേക്ക് നീങ്ങി. ദാവീദിൻ്റെ ജീവിതത്തിൽ ആ ചിന്ത മോഹം ഉദിച്ചു. ഒരു സ്ത്രീയെ കണ്ടപ്പോൾ, സ്ത്രീ കുളിക്കുന്നത് കണ്ടപ്പോൾ മോഹചിന്ത ഉദിച്ചു. ഉടനെ തന്നെ പിശാചിൻ്റെ പണിപ്പരയായി ഹൃദയം മാറി. എൻ്റെ ദൈവമേ, എത്രയോ പെട്ടെന്നാണ് പിന്നെ അത് പ്രവൃത്തിയിലേക്ക് വരുന്നത്. ഘോരമായ വ്യഭിചാരത്തിലേക്ക് ദാവീദിനെ നയിച്ചു. പ്രിയപ്പെട്ടവരെ, തീർന്നോ? അവിടെ കൊണ്ടും തീർന്നില്ല. ആ ഘോരമായ വ്യഭിചാരഭാവം പിന്നീട് അത് മദ്യപാനത്തിലേക്ക് നയിച്ചു. ആ സ്ത്രീയുടെ ഭർത്താവായ ഹിത്യനായ ഊരിയാവെ വരുത്തി, ഊരിയാവിനെ കൊണ്ട് ആ ഉളവായ ശിശുവിൻ്റെ പിതൃത്വം ഏറ്റെടുപ്പിക്കാൻ വേണ്ടി ദുരുപായങ്ങൾ പ്രയോഗിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ ഉള്ളിൽ ദുരുപായം വന്നു, ദാവീദിൻ്റെ ഉള്ളിൽ ഗൂഢാലോചനയുണ്ടായി, ദാവീദിൻ്റെ ഉള്ളിൽ സൂത്രങ്ങളും കൗശലങ്ങളും ഉപായങ്ങളും പ്രയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ആ ഹിത്യനായ ഊരിയാവെ വരുത്തി, ആ പടയിൽ പൊരുതിക്കൊണ്ടിരുന്ന ഊരിയാവെ വരുത്തി, ഊരിയാവിൻ്റെ മദ്യപാനം ചെയ്യിച്ച് ആ സ്ത്രീയുടെ അടുക്കിലേക്ക്, തൻ്റെ ഭാര്യയായ ബത്സബയുടെ അടുക്കിലേക്ക് അയക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഭാര്യയുടെ അടുക്കിലേക്ക് അയക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ ആത്മാർത്ഥതയുള്ള പടയാളിയായ ഭക്തനായ ആ ഊരിയാവ് ഒരിക്കലും പോയില്ല. ഊരിയാവിനെ മദ്യപാനം ചെയ്ത് മയക്കിയെങ്കിലും ഒരിക്കലും പോയില്ല. പ്രിയപ്പെട്ടവർ, ആ രാജകൊട്ടാരത്തിൻ്റെ പുറത്തൊരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ആ ഉപായം സാധിച്ചില്ല. ദുരുപായങ്ങൾ പ്രയോഗിക്കുന്നു. മദ്യപാനം വന്നു. തീർന്നോ? ഇല്ലല്ലോ. പ്രിയപ്പെട്ടവർ, ഇതാ അടുത്തത് കൊലപാതകം വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ചിന്തയിൽ തുടങ്ങി, മോഹത്തിൽ തുടങ്ങി, അത് വ്യഭിചാര പ്രവൃത്തിയിലേക്ക് പോയി. വ്യഭിചാര പ്രവൃത്തിയെ തുടർന്ന് ഗൂഢമായ ദുരാലോചനയിലേക്ക് വന്നു, ഉപായം പ്രയോഗിച്ചു, മദ്യപാനത്തിലേക്ക് വന്നു, വീണ്ടും അത് ഇതാ കൊലപാതകത്തിലേക്ക് നയിക്കുകയാണ്. ആ ഊരിയാവെ കൊണ്ടുപോകാനായിട്ട് യോവാബിനെ, ആ പടയുടെ മുന്നിൽ നിന്ന് നയിക്കുന്നതായ സൈന്യാധിപനായ യോവാബിനെ വിളിച്ചു വരുത്തി ഊരിയാവിനെ കൊണ്ടുപോയി പടയുടെ മുന്നണിയിൽ നിർത്തിക്കൊണ്ട് ഏറ്റവും റിസ്ക്കുള്ള ഏരിയയിൽ നിർത്തി അവനെ കൊല്ലിക്കണമെന്ന് കൽപ്പന കൊടുത്ത് വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. വ്യഭിചാരം വന്നു, മദ്യപാനം വന്നു, കൊലപാതകം വന്നു. ഒരു പാവം വന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു ചെയിൻ ആക്ഷൻ പോലെ മറ്റു പാവങ്ങൾ ഇറച്ചു കയറി വരും. ദൈവവൈതലേ, നീ ശ്രദ്ധിക്കണമേ, നിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണമേ. നീ ഒന്ന് കോപിച്ചതേയുള്ളൂ, ഒരു വലിയ ഒരു ആക്രോശമോ അട്ടഹാസമോ ഉണ്ടായതേയുള്ളൂ. എത്രയെത്ര കെടുതികളിലേക്ക് അത് നിന്നെ നയിച്ചു. അല്ല, നിനക്കൊരു വ്യഭിചാര ആസക്തി വന്നു, വേണ്ടാത്തൊരു നോട്ടം വന്നു. ദൈവവൈതലേ, എന്തെല്ലാം കെടുതികളിലേക്കാണ് അത് നിന്നെ ഭാവിയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ട് പോകുന്നതെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. നാഥാൻ പ്രവാചകൻ വന്ന് ആ ദാവീദിനോട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ദൈവം കൊടുത്തയച്ച വചനം, നിത്യനായ ദൈവം കൊടുത്തയച്ച വചനം നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞു. ആ വ്യഭിചാരം നടത്തിയ മനുഷ്യൻ, കൊലപാതകം നടത്തിയ മനുഷ്യൻ നീ തന്നെ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ വചനം
ദാവീദിനെ ഇളക്കി മറിച്ചു. ദാവീദിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ദാവീദ് കരയുവാൻ തുടങ്ങി. ദാവീദ് ഏങ്ങലടിക്കുവാൻ തുടങ്ങി. ഓലോല കണ്ണീരൊഴുക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് 51-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവർ, 51-ാം സങ്കീർത്തനം ആ ഒരു സാഹചര്യത്തിൽ ദാവീദ് ആലപിച്ച സങ്കീർത്തന ഗാനമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ വിശുദ്ധ സഭയുടേതായ ആരാധനകളിലെല്ലാം, എല്ലാ യാമപ്രാർത്ഥനകളിലും അനുതാപത്തിൻ്റെ ആ സങ്കീർത്തനങ്ങൾ ചൊല്ലുവാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അനുതാപത്തിൻ്റെ 7 മസ്മൂറാകൾ, 7 സങ്കീർത്തനങ്ങൾ പിതാക്കന്മാർ ക്രമീകരിച്ച് വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും എല്ലാം വളരെ അനുഗ്രഹമാണെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് കരയുന്നതായ നമ്മുടെ ആ അനുഭവത്തിലേക്ക് നാം വരണം. 51-ാം സങ്കീർത്തനം 11, 12, 13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ. കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ നീ തള്ളിക്കളയരുത്. ഈ പാപം മുഴുവൻ വന്ന് സംഭവിച്ചതായ എന്നെ കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ തള്ളിക്കളയരുത്. നിന്റെ മുമ്പിൽ നിൽപ്പാൻ ദൈവമേ ഞാൻ യോഗ്യനല്ല. നിന്റെ തിരുമുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല. കർത്താവേ, പാപം മുഴുവൻ എന്നെ മൂടിയിരിക്കുകയാണല്ലോ. അതെല്ലാം ഇപ്പോൾ എൻ്റെ പേരിൽ കിടക്കുകയാണല്ലോ, കടമായി കിടക്കുകയാണല്ലോ. കർത്താവേ, എൻ്റെ പ്രവൃത്തിയിലും ചിന്തയിലും എൻ്റെ മോഹത്തിലും ചിന്തകളിലും വാക്കുകളിലും വന്നതായ പാപങ്ങളെല്ലാം ഇപ്പോൾ നിൻ്റെ മുമ്പിലാണല്ലോ കർത്താവേ. ദൈവമേ, അതുകൊണ്ട് എന്നെ തള്ളിക്കളയല്ലേ കർത്താവേ. നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. 12-ാം വാക്യം. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. അപ്പോൾ അതിക്രമക്കാരെ വഴികളെ പഠിപ്പിക്കുന്നതിന് വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. ഇപ്പോൾ ദാവീദിന് മറ്റൊരു തിരിച്ചറിവുണ്ടാവുകയാണ്. എന്താണെന്നറിയാമോ? ദൈവം എന്നെ വൻ കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് എന്നെ വരുത്തിയത് ദൈവത്തിന് വലിയൊരു ഉദ്ദേശം എന്നെക്കുറിച്ചുള്ളത് കൊണ്ടാണ്. എൻ്റെ ദൈവമേ, എത്രയോ യുഗാന്ത്യങ്ങൾ വരെയുള്ള കാര്യപരിപാടിയാണ് ദൈവം എന്നിൽ കൂടി കണ്ടിരിക്കുന്നത്. ദൈവവേദലേ, നീ ഒരു കാര്യം ഓർത്തുകൊള്ളണം. നിന്നെ ഈ ഭൂമിയിലേക്ക് ജന്മം തന്നപ്പോൾ നിത്യനായ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വ്യക്തമായ കാര്യപരിപാടി ഉണ്ട് എന്ന് നീ ഓർത്തുകൊള്ളണം. നിത്യമായൊരു കാര്യപരിപാടി, അത് ഈ ആയുസ് കൊണ്ട് തീരുന്നതല്ല. അത് യുഗാന്ത്യം വരെയും അതാ നിത്യതയിലേക്ക് നിലനിൽക്കുന്നതായ ദൈവിക കാര്യപരിപാടി, നിത്യയുഗ കാര്യപരിപാടിയിലേക്ക് ദൈവം നിന്നെ കണ്ടു, തിരഞ്ഞെടുത്തു എന്ന് നീ ഓർത്തുകൊള്ളണം. നിനക്ക് ഈ ബോധ്യമുണ്ടോ? ദൈവവേദലേ, ഇതൊന്നും അറിയാതെ നീ ലോകത്തിലേക്ക് ഇറങ്ങി, ലോകത്തിൽ മുഴുകി, മറ്റു മനുഷ്യരുടെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അഴുക്കിലും പാപത്തിലും പെട്ടുകൊണ്ട് നിന്റെ ജീവിതം നീ നശിപ്പിക്കുകയല്ലേ? വിലയേറിയ നിന്റെ ജീവിതം ദൈവം നിന്നെ വിലയേറിയവനും മാന്യനുമായി കണ്ടിരിക്കുന്നുവെങ്കിലും നീ എന്തെല്ലാം കൊടും ചെയ്തികളിലേക്കാണ് നിൻ്റെ മനസ്സ് പോയത്, നിൻ്റെ പ്രവൃത്തി പോയത്, നിൻ്റെ വാക്കുകൾ പോയത്. എത്ര ഹീനമായ വാക്കുകൾ കൊണ്ട് എത്ര പേരെ നീ മുറിപ്പെടുത്തി. നിൻ്റെ ഭവനത്തെ തന്നെ നീ നശിപ്പിച്ചില്ലേ? ഭവനത്തിലെ അന്തരീക്ഷത്തെ നീ നശിപ്പിച്ചില്ലേ? അതാ നിൻ്റെ സമൂഹത്തിൽ നീ അരുതാത്ത നിൻ്റെ പ്രസ്താവന കൊണ്ടും വാക്കുകൊണ്ടും എത്രയോ പേരെ നീ മുഷിപ്പിച്ചു, ഉള്ളിൽ വേദനയുണ്ടാക്കി. ദൈവവേദലേ, നിൻ്റെ പ്രിയപ്പെട്ടവളെ, നിൻ്റെ ഭാര്യയെ നീ വേദനിപ്പിച്ചില്ലേ? ഭർത്താവിൻ്റെ വാക്കുകളാൽ നീ തല്ലിയില്ലേ? ദൈവത്തിന് സ്തോത്രം. നിൻ്റെ മക്കളെ നീ കോപിപ്പിച്ചില്ലേ? ദൈവത്തിന് സ്തോത്രം. മക്കളെ നീ നിഷ്കരണം ഉപദ്രവിച്ചില്ലേ? ദൈവത്തിന് സ്തോത്രം. ഇതാ നിൻ്റെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാതെ നിൻ്റെ തോന്നിയാസം കൊണ്ടും ഉള്ളിലെ പാപത്തിൻ്റെ ആ പെരുപ്പം കൊണ്ടും പാപത്തിൻ്റെ ആ ആസക്തി കൊണ്ടും അനേക വിക്രിയകൾ നീ വരുത്തി കൂട്ടിയില്ലേ? നിൻ്റെ ജീവിതം നീ തുലച്ചു, നിൻ്റെ കുടുംബജീവിതവും നീ തുലച്ചു, നിൻ്റെ കുടുംബത്തിലെ അന്തരീക്ഷം നീ തകർത്തു, നിൻ്റെ ഭാവിയെ തന്നെ നീ തകർത്തില്ലേ? ദൈവവേദലേ, നീ ഒരു കാര്യം ഓർക്കണമേ. ഇതിനു വേണ്ടിയല്ല ദൈവം നിന്നെ കണ്ടത്, ഇതിനു വേണ്ടിയല്ല നിത്യനായ ദൈവം നിന്നെ സൃഷ്ടിച്ചത്, നിന്നെ ഈ ഭൂമിയിലേക്ക് ആക്കിയത്. ദാവീദിനിപ്പോൾ നല്ല ബോധ്യമായി. എൻ്റെ ദൈവമേ, എത്രയോ വൻ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, എന്നെ വിളിച്ചത്. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് എന്നെ വിളിച്ചത് ഈ രാജസിംഹാസനത്തിലിരിക്കാൻ മാത്രമല്ല, വലിയൊരു യുഗകാര്യപരിപാടി എന്നെക്കുറിച്ച് ദൈവത്തിനുണ്ട്. യുഗകാര്യപരിപാടി അതെന്താണെന്നറിയാമോ? ലോകരക്ഷിതാവായ യേശു ക്രിസ്തു, ഈ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമായവനായ യേശു ക്രിസ്തു ദാവീദിൻ്റെ വംശാവലിയിൽ ജനിക്കണമെന്ന് ദൈവം മുന്നമേ നിർണയിച്ചു വച്ചിരുന്നു. ഈ ദാവീദിൻ്റെ വംശാവലിയിലാണ്
കർത്താവായ യേശുക്രിസ്തു ജനിച്ചത്, ലോകരക്ഷിതാവായ യേശുക്രിസ്തു ജനിച്ചത്, അതിന് ദാവീദ് ഒരു പടിയാകുകയാണ്. ആ വലിയൊരു യോവണിയിൽ ഒരു നിർണായകമായ പടിയായി ദാവീദ് മാറുകയാണ്. അതിനുവേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ദൈവമേ, ഈ അത്യുന്നതമായ സ്ഥാനത്തേക്ക് ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമായി യേശുക്രിസ്തു ജനിപ്പാനിരിക്കുന്നുവെന്ന് എൻ്റെ ദൈവമേ, ആ തിരിച്ചറിവ് ദാവീദിൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ദാവീദ് തകർന്നുപോയി. ദാവീദ് ഉടനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. കർത്താവേ, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. നീ കർത്താവേ എനിക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു. ദൈവമേ, എന്നെ എത്രമാത്രം കരുതി. യേശുവേ, നമുക്ക് പറയാം, കർത്താവേ, നീ ക്രൂശിൽ എനിക്ക് വേണ്ടി നിൻ്റെ ജീവൻ തന്നല്ലോ. എൻ്റെ ദൈവമേ, ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവവേദന സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. ഈ ഭൂമിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിലും, വേറെ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിലും, ഞാൻ മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും യേശു എനിക്ക് വേണ്ടി മരിക്കുമായിരുന്നു എന്ന് ഒരു ദൈവവേദന സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്രമാത്രമാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. വേറെ ഏത് മനുഷ്യനോടും അല്ല നീ തുലനം ചെയ്യേണ്ടത്. ഞാൻ മാത്രമേ ഈ ഭൂമിയിലുണ്ടായിരുന്നുള്ളൂ എങ്കിലും എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിക്കുമായിരുന്നു. കാരണം അത്രമാത്രം വിലയേറിയവനും മാന്യനുമായി ദൈവം എന്നെ കണ്ടു. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ദൈവമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനെനിക്ക് തരണം. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണം. നിൻ്റെ തിരക്തം കൊണ്ട് എന്നെ കഴുകണം. പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്ന് നിറയണം. കർത്താവേ, അങ്ങനെ പരിശുദ്ധാത്മാവ് തരുന്നതായ ആ മനസ്സൊരുക്കം കൊണ്ട് എനിക്ക് നിൻ്റെ സാക്ഷിയാകണം. എനിക്ക് നിൻ്റെ കാര്യപരിപാടി നിവർത്തിക്കണം. കർത്താവേ, എന്നെ ഏൽപ്പിച്ച സ്വർഗീയ പദ്ധതി എനിക്ക് നിർവഹിക്കണം. കർത്താവേ, നീ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ചിന്തിക്കൂ, ഓരോരുത്തരും ചിന്തിക്കൂ. ദൈവമേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഒരു യുഗകാര്യ പരിപാടിയിൽ നിർണായകമായൊരു വ്യക്തിയാണ്. എനിക്കിങ്ങനെ എൻ്റെ ജീവിതം തുലച്ച് കളയാനുള്ളതല്ല. യേശുവേ, ഞാൻ എന്നെക്കുറിച്ച് നിനക്ക് ഉള്ള സ്വർഗീയ കാര്യ പരിപാടി എന്താണെങ്കിലും ദൈവമേ, അത് നിർവഹിക്കുവാൻ തക്ക വേണം. കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അതിന് നീ ഒരു കാര്യം ചെയ്യണം. നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണം. സമ്പൂർണ്ണമായി എന്നെ കഴുകണം. ദൈവമേ, ഇപ്പോൾ ഞാൻ എൻ്റെ ഓരോ പാപങ്ങളും എണ്ണി എണ്ണി ആ ക്രൂശിൻ ചുവട്ടിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. നാളിതുവരെ ഓർമ്മ വച്ച കാലം മുതൽ വന്നതായ സകല പാപങ്ങളും യേശുവേ, ഞാൻ ഓരോന്നോരോന്നായിട്ട് നിൻ്റെ തിരുസന്നിധിയിലേക്ക്, തൃപ്പാദത്തിലേക്ക് ഇറക്കി വെക്കുന്നു. ആ ക്രൂശിൻ ചുവട്ടിലേക്ക് ഇറക്കി വെക്കുന്നു. ദൈവമേ, എന്നെ നന്നായി ഒന്ന് കഴുകണമേ. കർത്താവേ, ഒരു മനസ്സൊരുക്കമുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പകരണമേ. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ സന്തോഷം അനുഭവിക്കാതെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയില്ല. എല്ലാവരും പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു. ശരിയാണ് പ്രിയരെ. നീ വിശ്വസിച്ചെങ്കിൽ, ആത്മാർത്ഥമായി വിശ്വസിച്ചെങ്കിൽ, ദൈവവചനം വിശ്വസിച്ചെങ്കിൽ, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചെങ്കിൽ, ദൈവവേദലേ, നീ രക്ഷിക്കപ്പെട്ടു. നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി. പക്ഷേ നീ അത് കാത്തു പാലിച്ചില്ലെങ്കിൽ, ആ ദൈവത്തോട് പറഞ്ഞതായ ഉടമ്പടി നീ പാലിച്ചില്ലെങ്കിൽ, നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് ദൈവവചനം സ്പഷ്ടമായി പറയുന്നു. ജീവിതത്തിൽ പാപം വന്നാൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിന് ഇരിക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ നിർമ്മലമായ ആ പ്രാവിന്, തങ്കപ്രാവിന് പറന്നിരിക്കണമെങ്കിൽ വിശുദ്ധമായൊരു സ്ഥലം വേണം, വിശുദ്ധമായൊരു ഹൃദയം. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ, ഒരു ശുദ്ധമുള്ള നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കല്ലേ കർത്താവേ. അതുകൊണ്ട് തന്നെ രക്ഷയുടെ സന്തോഷം മാറിപ്പോകല്ലേ കർത്താവേ. ഈ രക്ഷയുടെ സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപയും പ്രാപിക്കാതെ ദൈവമേ, നിനക്ക് എന്നെക്കൊണ്ട് പ്രയോജനമില്ലല്ലോ കർത്താവേ. അതുകൊണ്ട് ആ യുഗകാര്യ പരിപാടി, സ്വർഗീയ കാര്യ പരിപാടി എല്ലാം നിവർത്തിക്കുവാൻ തക്കവണ്ണം നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ ക്രമക്കാരോട് നിൻ്റെ വഴികളെ പഠിപ്പിക്കും. അപ്പോൾ ഞാൻ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കും. അപ്പോൾ ഞാൻ കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഉയർത്തിക്കാട്ടും. അപ്പോൾ ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകും. അപ്പോൾ ഞാൻ യേശുവിൻ്റെ വചനം മറ്റുള്ളവരോട് പറയും. അപ്പോൾ ഞാൻ യേശുവിൻ്റെ ഒരു വിശുദ്ധനായി കർത്താവിന് വേണ്ടി ഏതും ആയിത്തീരുവാൻ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കും. എനിക്കുള്ളതെല്ലാം പൊന്നുകരങ്ങളിലേ തരും. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എന്നെയും എനിക്ക് തന്നതെല്ലാം ഞാൻ സമർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ രക്ഷയുടെ സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും പരിശുദ്ധാത്മാവിൻ്റെ യുഗകാര്യ പരിപാടിയിൽ അംഗമാകാനുള്ള
ആഗ്രഹവും പരിശുദ്ധാത്മാവിനാലുള്ള ആ മനസ്സൊരുക്കവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കൂ. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന പ്രാണപ്രിയനായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് മോനെ നിന്റെ ജീവിതം സമർപ്പിക്കുമോ? അവൻ ആശയോടെ നോക്കുകയാണ്. മോനെ, നിന്റെ ജീവിതം എനിക്ക് തരുമോ? നിന്റെ ഹൃദയം എനിക്ക് തരുമോ? മോനെ, ഞാനിതാ നിന്റെ മുമ്പിൽ യാചകനെ പോലെ എൻ്റെ കൈകൾ നീട്ടിക്കൊണ്ട് വന്ന് നിൽക്കുകയാണ്. ദൈവവേദലേ, നീ വിശ്വസിക്കൂ. നീ ഈ വചനം കേൾക്കുമ്പോൾ യേശു, നിന്നെ സ്നേഹിക്കുന്ന യേശു, നിന്റെ പ്രാണപ്രിയനായ യേശു, നിന്റെ സ്വന്തം യേശു നിന്റെ മുമ്പിൽ വന്ന് കെഞ്ചുകയാണ്. ആ ആണിപ്പാടുകളെല്ലാം കാണിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ വന്ന് ഒരു യാചകനെ പോലെ കെഞ്ചുന്ന ഈ സമയത്ത് നീ പ്രാർത്ഥിക്കൂ. യേശുവേ, എൻ്റെ ജീവിതം ഞാനിതാ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. എന്നെയും എനിക്ക് നീ തന്നിട്ടുള്ളതെല്ലാം കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ നീ ഏറ്റെടുക്കണമേ. എൻ്റെ മേൽ തൃക്കരം വെക്കണമേ. എൻ്റെ ശിരസിലാ തൃക്കരം വെക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ മാത്രമല്ല, എന്നിൽ കൂടി നീ കണ്ടവരായ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും, എൻ്റെ മക്കളെയും, എൻ്റെ ഭാര്യയെയും, എൻ്റെ ഭർത്താവിനെയും, എൻ്റെ മാതാപിതാക്കന്മാരെയും, ദൈവമേ, എൻ്റെ സഹോദരി സഹോദരന്മാരെയും, എൻ്റെ കൂട്ടായ്മയിലുള്ളവരെയും, എൻ്റെ ദേശത്തുള്ളവരെയും, എൻ്റെ ദൈവമേ, എല്ലാവരെയും നീ എന്നിൽ കൂടി കണ്ട എല്ലാവരെയും ഇപ്പോൾ ഞാൻ ക്രൂശിൻ ചൂടിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവേ, എല്ലാവരുടെ മേൽ നിന്റെ കരം വെക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും അവർ നിന്നെ നീ മുൻപ് കൂട്ടി കണ്ടതുകൊണ്ടാണല്ലോ ഈ മക്കൾ നിന്റെ വചനം കേൾക്കുന്നത്. കർത്താവേ, അവരുടെ മേൽ ആടിപ്പാള കരം ഒന്ന് വെക്കണമേ. എല്ലാവരുടെ മേൽ ആ തൃക്കരം വെക്കണമേ. ആ തിരക്തം ഒന്ന് പുരട്ടണമേ. ആ തിരക്തം കൂടി ഒഴുകണമേ. ആ തിരക്തത്താൽ കഴുകണമേ. ആ തിരക്തത്താൽ ഞങ്ങളെ വിശുദ്ധരാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എല്ലാവർക്കും നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് വാഴണമേ. ഞങ്ങളെ ഭരിക്കണമേ. ഞങ്ങളെ നിയന്ത്രിക്കണമേ. ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കണമേ. ഞങ്ങളെ യേശുവിൻ്റെ മക്കളാക്കണമേ. സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി ഞങ്ങളെല്ലാവരെയും മാറ്റണമേ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം. അവിടുത്തെ ആത്മാവ് നിങ്ങളോട് വാദിച്ചതിനാ സ്തോത്രം. ഈ വചനം കേട്ട നിന്റെ മുമ്പിൽ വാക്ക് പറഞ്ഞ മക്കളെ എല്ലാവരെയും എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. സർവ്വനന്മകളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.